അസ്സലാമലൈക്കും. ഓണമായിട്ട് എല്ലാവരും എന്തായാലും സദ്യയൊക്കെ തയ്യാറാക്കുമായിരിക്കുമല്ലോ. സദ്യയ്ക്ക് വേണ്ടി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ഉണ്ട വെളുത്തുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതിലോട്ട് ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്യാം. വെളുത്തുള്ളി നന്നായി റോസ്റ്റ് ആയതിനു ശേഷം നാരങ്ങ ചേർത്ത് കൊടുക്കാം. നാരങ്ങ ഞാൻ 2 ദിവസം മുന്നേ തന്നെ കട്ട് ചെയ്ത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലേ നാരങ്ങ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. നാരങ്ങ ചെറുതായിട്ടൊന്ന് വാടുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മൾ നാരങ്ങ നേരത്തെ കുക്ക് ചെയ്തിട്ടില്ല, വെറുതെ ഉപ്പിലിട്ട് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 15 മിനിറ്റിന് ശേഷം ഇപ്പോൾ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നാരങ്ങയ്ക്ക് ചെറിയൊരു കയ്പ്പുണ്ടാകും. അത് മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ശർക്കര മാത്രം ചേർത്താൽ മതി. ശർക്കര ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലിലേക്ക് മാറ്റി വയ്ക്കാം. ഞാൻ 1 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വേറെ ബോട്ടിലിലേക്ക് മാറ്റി വയ്ക്കുന്നത്. ഇത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറത്ത് വെച്ചാൽ തന്നെ കേടുകൂടാതെ ഇരിക്കും. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. എങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അപ്പോൾ ഈ ഓണത്തിന് തന്നെ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.